എന്തോ ഒരു പ്രത്യേകതര പായസം ഉണ്ടെന്നാണ് പറയുന്നത്. അത് രഹസ്യമായിട്ട് ചെയ്യുക. പടേടൻ നമ്പൂതിരിയാണ് വർഷങ്ങളായി ഭക്ഷണം പാചകം ചെയ്യുന്നത്. അത് പടേടൻ നമ്പൂതിരിക്ക് ഞങ്ങൾ കൊടുക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതല്ല. ഓപ്പൺ ടെൻഡറിലൂടെ വരുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അദ്ദേഹത്തിനാണ് കിട്ടുന്നത്. ഇന്ന് ഞങ്ങളാണ് പോയി പാല് കാച്ചി പായസം എല്ലാം കഴിച്ചു. നാളെ എന്തോ ഒരു പ്രത്യേകതര പായസം ഉണ്ടെന്നാണ് പറയുന്നത്. അത് രഹസ്യമായിട്ട് ചെയ്യുക. ജഡ്ജസ് പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. 3 ടേമിൽ കൂടുതൽ തുടർച്ചയായിട്ട് വരുന്നവരെ ഒഴിവാക്കുന്നുണ്ട്. ജഡ്ജിമാരിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ എഴുതി ഭാഗത്തുണ്ട്. ജഡ്ജസിൻ്റെ മുഴുവൻ പേരുടെ ലിസ്റ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയിട്ടുണ്ട്. സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കരണം ഇന്ന് ഞങ്ങൾ കണ്ടു. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തി കണ്ടു. കേരള കലാമണ്ഡലം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. പരീക്ഷയൊക്കെ നടത്തുന്ന നമ്മളാണ്. ഫൈനൽ റിഹേഴ്സൽ കേട്ടാന് അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ സെൻ്റർ ഉദ്ഘാടനം ചെയ്തു. അക്കോമഡേഷൻ സെൻ്ററുകൾ വളരെ സജ്ജമാണ്. രജിസ്ട്രേഷൻ നടപടിയിൽ നിന്ന് ആരംഭിച്ചു. പിന്നെ പാചകപ്പുരയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഒരേ സമയം 4000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കലോത്സവത്തിൽ ഉത്തരവാദിത്വ കലോത്സവം എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഉത്തരവാദിത്വ ഉപഭോഗം, ഉത്തരവാദിത്വ ഭക്ഷണശീലം, ഉത്തരവാദിത്വ മത്സരം, ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗപ്രദമായിട്ടുള്ള സാധനം വാങ്ങിക്കൊണ്ട് പോകുക. ബാർട്ടർ സിസ്റ്റം പോലെ പഴയ സാധനം കൊടുത്ത് പുതിയ സാധനം വാങ്ങിക്കൊടുക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിന് പ്രത്യേക ഒരു കൗണ്ടർ തുറക്കുക. 500-ലധികം ജഡ്ജസ് ഉണ്ടാകും.